അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തിരിക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മൾ അകത്തിരുന്നില്ല. നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഫാമിലിക്കൊക്കെ ഇരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ടെൻറ്റുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ അവിടെ പോയി നമ്മൾ സ്പേസ് ബുക്ക് ചെയ്തു. അപ്പം ആൾ വന്നത് ക്ലീനൊക്കെ ചെയ്ത് നമ്മളവിടെ സെറ്റായി. പിന്നെ ഓരോരുത്തർക്കും എന്തൊക്കെ വേണമെന്ന് ആയിരുന്നു ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായി പോകുന്നതുകൊണ്ട്, സ്ഥിരമായി എന്ന് വെച്ചാൽ നാട്ടിലെത്തിയാൽ നമ്മൾ എന്തായാലും പറശ്ശിനി പോവും. പറശ്ശിനി പോയാൽ നമ്മൾ എന്തായാലും ഇവിടുത്തെ ഫുഡ് കഴിക്കാതെ തിരിച്ചു പോവാറില്ല. ആമിക്കുട്ടി ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മളിവിടെ പോയി തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ട ഫുഡൊക്കെ എന്താണെന്ന്, ഇപ്പോൾ ഇവിടുത്തെ കല്ലുമ്മക്കായും പോർക്കും പന്നിയിറച്ചിയും പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ടേസ്റ്റ് ആയിട്ടാ. പിന്നെ കപ്പയുണ്ട് നമുക്ക്, അപ്പം പത്തിരി ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട എല്ലാം ഓർഡർ ചെയ്തു. ഫിഷ് ഐറ്റംസ് ഒക്കെ വന്നു. ദൈവക്കുട്ടന് അമ്മ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കുടിപ്പിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നല്ല മധുരമാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിലുള്ള രണ്ടാൾക്കാർ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാത്തവരാണ് കേട്ടോ. ഇതാ ഒന്ന് ഈ കാണുന്ന ആളും പിന്നെ ഒരാളും കൂടിയുണ്ട്. അപ്പോൾ അളിയനും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. പക്ഷെ അവർ നന്നായിട്ട് ഫുഡ് അടിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഫുൾ എൻജോയ് ചെയ്ത് ഇതാ ഈ പോസ് ചെയ്യുന്ന ആളും ഈ ഫുഡ് കൊണ്ടുവരുന്നവനും, ഇവർ രണ്ടുപേരാണ് ഈ കള്ളിൻ്റെ ടേസ്റ്റ് അറിയാത്തവർ. പക്ഷെ പോസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പം നമുക്ക് ഭക്ഷണം തീരുന്ന പോലെ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണോ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പം നാട്ടിലെത്തിയാൽ ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൂടെയുള്ള യാത്രകളും അവരോടൊപ്പമുള്ള നിമിഷങ്ങളാണ് നമുക്കെന്നും പ്രിയപ്പെട്ടത്. നമ്മളിപ്പം എവിടെയൊക്കെ ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടപ്പെട്ടവരോട് കൂടെ യാത്ര ചെയ്യുമ്പോഴും അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. ഇതാ ഒരാൾ എനിക്കൊരു ചിയേഴ്സ് തന്നു. എന്നിട്ട് ആ ക്ലാസ് ആർക്ക് കൊടുത്തു എന്നറിയില്ല, മോനാണോ എന്നറിയില്ല. ഇതാ ഒരുത്ത് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം നാട്ടിലെത്തിയാൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളാണ് പിന്നീടുള്ള 1-2 വർഷത്തേക്ക് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളത്. ഈ പഹിയെത്തിയെ നമ്മൾ ആദ്യമായിട്ടാണ് കള്ളു കുടിപ്പിക്കുന്നത്. അപ്പോൾ ആൾ നല്ല ഫോമിലാട്ടോ, നല്ല ഇൻട്രസ്റ്റോടു കൂടി 4-5 ഏട്ടന്മാരുടെയും അമ്മേരെയും മൂത്തമ്മയുടെ ഒക്കെ പെർമിഷനോട് കൂടിയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ല മഴയായതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയായിരുന്നു. വെള്ളത്തിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. ആമിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ മഴയത്ത് ഇങ്ങനെയൊക്കെ പോകാനൊക്കെ. ഇവിടുത്തെ കൊടും ചൂടുന്ന് പോയതല്ലേ. പിന്നെ ഈ പോകുന്ന ആൾ വേണ്ട മഴയായതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഇവിടുന്ന് ഫുഡും അടിച്ചിട്ടൊന്നുമല്ല. 2 ഏട്ടന്മാർ കയ്യും പിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്ര ഒരു സൂപ്പർ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇവർ ഓരോരുത്തരും നമ്മുടെ അടുത്ത വെക്കേഷൻ